നമസ്കാരം 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 എല്ലാ മലയാളികൾ പിന്നെ ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബർത്ത്ഡേ ഓഫ് കേരള ആണ്. കേരള ദിവസ് അല്ലെങ്കിൽ കേരള പിറവി. ഇത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൾച്ചർ ലൈക്ക് എന്തെങ്കിലും ഒരു കേരളയുടെ ഒരു പ്രത്യേക ദിവസം ഉണ്ടെങ്കിൽ അന്ന് എല്ലാവരും ഈ ലുക്കിൽ ആയി വരുന്നത്. മലയാളം ഇച്ചിരി കുഴപ്പമാണ്, പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തതാണ്, എൻ്റെ മലയാളം അത്ര പോരാ. പിന്നെ കേരളയിൽ ഞാൻ എങ്ങനെ വന്ന് ഒരു ഹിന്ദി നാട്ടുകാരിയായിട്ട് അതൊക്കെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. എൻ്റെ അമ്മ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എൻ്റെ അമ്മ ഇവിടുത്തെ നാട്ടുകാരിയാണ്. പാപ്പ ഹീസ് ഫ്രം UP. സോ വെക്കേഷൻസിൽ നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരായിരുന്നു, കേരളയിൽ വരായിരുന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം വന്നപ്പം കേരളയുടെ അത്രയും പരിചയമൊന്നും അറിയത്തില്ലായിരുന്നില്ല. സ്കൂൾ സിലബസ് ബുക്സിലേക്ക് വായിക്കാമായിരുന്നു. പിന്നെ മമ്മി കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി പറയുന്ന സ്റ്റൈൽ വേറെ ഒരു രീതിക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എനി അതർ സ്റ്റേറ്റ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് കേരള ഒരു ഭയങ്കര സംഭവമാണ്. സോ ഫസ്റ്റ് ടൈം നമ്മളിവിടെ വന്നപ്പം സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ 4 സിബ്ലിങ്സാണ്. അന്ന് നമുക്ക് നല്ല പനിയുണ്ടായിരുന്നു, വൈറൽ ഫീവറായിരുന്നു. അത് പനിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല പനിയായിരുന്നു. ഒരാൾക്ക് പനി വന്ന് പിന്നെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ 4 പേർ കിടപ്പായിരുന്നു. ഡാഡി അത് കണ്ടിട്ട് ഭയങ്കര വിഷമമായി പോയി ഡാഡിക്ക്. സോ ഡാഡി പറഞ്ഞു നമുക്ക് കുറച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. മമ്മി പറഞ്ഞത് ഈ പിള്ളേർക്ക് ഈ പനിയിൽ പുറത്തേക്ക് കൊണ്ട് പോകണം. ആ 2 പേരെന്തോ സംസാരിച്ച് അത് ഡിസൈഡ് ചെയ്ത് അത് ഫൈനലായി. നമ്മുടെ UP തന്നെ അവിടെ ഒരു മൂന്നാറുടെ പോലെ ഒരു ഹിൽ സ്റ്റേഷനുണ്ട്. അതിൻ്റെ പേര് ലാൻസ്ഡൗൺ. അവിടെ പോകാൻ പ്ലാൻ ചെയ്തു. അത് നമുക്കറിയത്തില്ല അവിടെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ടെന്ന്. സോ നമ്മുടെ പാപ്പ അവിടെ ഹിൽ സ്റ്റേഷൻ കൊണ്ടുപോയപ്പം എല്ലാവരുടെയും പനി മാറി. എന്നുവെച്ചാൽ ഇത്രയും നല്ല പ്ലേസ് കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായി. ഫുൾ ഹിൽ സ്റ്റേഷൻ, അപ്പ് ആൻഡ് ഡൗൺ റോഡ്സ്, കുറച്ച് ഗ്രീനറി ആൻഡ് ഫോഗ് ഒക്കെ സംഭവം കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായി. അന്ന് ടെലിഫോൺ ബൂത്തേ ഉള്ളൂ, അന്നാൾ ഒരു മൊബൈൽ സംതിങ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സോ മമ്മിയുടെ അനിയത്തി ഇവിടെയാണല്ലോ, എറണാകുളത്ത്. പപ്പ പറഞ്ഞത് ഓക്കെ നമുക്ക് കേരള ആൻറ്റീനെ വിളിക്കാം. രാത്രി നമ്മൾ വാക്കിങ്ങിൽ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ടെലിഫോൺ ബൂത്തിലേക്ക് കയറിയിട്ട് ആൻറ്റീനെ നമ്പറിൽ വിളിച്ചു സംസാരിച്ച്. അമ്മമ്മയും ഉണ്ടായിരുന്നു. 2 പേരിന് സംസാരിച്ചപ്പം നമ്മൾ പനിയാണ്, ഇങ്ങനെ കറങ്ങാൻ വന്നതാ, പുറത്ത് ഇറങ്ങിയതാ ഒക്കെ കാര്യം പറഞ്ഞപ്പം ആൻറ്റി അങ്ങോട്ട് വിളിക്കാൻ ഫോഴ്സ് ചെയ്തു. അമ്മമ്മയെ അങ്ങോട്ട് വിളിക്കാൻ, ഇങ്ങോട്ട് കേരളയിൽ വെക്കേഷൻ അല്ലയോ വായോ എന്നൊക്കെ പറഞ്ഞപ്പം പാപ്പ പറഞ്ഞു ഓക്കെ ശരി ചിന്തിക്കാം, നോക്കാം. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ പാപ്പ അത് ഫൈനൽ ഡിസിഷൻ എടുത്ത്. എന്നുവെച്ചാൽ ഓക്കെ കേരള പോകാം, നാളെ വെളുപ്പിനെ ഇറങ്ങണം,
ഇന്ന് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം, ഇപ്പം തന്നെ ഇറങ്ങാം. വീട്ടിൽ എത്തി പാക്കിങ് ചെയ്തിട്ട് വെളുപ്പിന് നമുക്ക് ഡൽഹിയിലേക്ക് ഇറങ്ങണം. മമ്മി ചോദിച്ചു ടിക്കറ്റ് അങ്ങനെ ബുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, എന്താ എങ്ങനെ ചെയ്യാം, അതൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. സോ വി മൂവ് ടു അവർ ഹൗസ്. രാത്രി ഫുൾ പാക്കിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് എന്തുവാ, കേരള ഇത്ര സംഭവമാണോ, ഇത്രയും ദൂരമാണോ, ഇത്രയും വലിയ പാക്കിങ്, വലിയ ഒരു ഇരുമ്പിൻ്റെ ഒരു സൂട്ട് കേസ്. എന്നാൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ ഇത്ര ഫാഷനബിൾ ഉള്ളത് ഇത്ര ഇന്ന് സൂട്ട് കേസ് അങ്ങനെയൊന്നും ഇല്ല. വലിയ ഒരു പെട്ടി മമ്മി അത് എടുത്ത്, സൂപ്പർ പെട്ടി അത് എടുത്ത് പാക്കിങ് സ്റ്റാർട്ടായി. ഞാൻ ഏറ്റവും കൂടുതലായിരുന്നു ഭയങ്കര ഹാപ്പി. സോ പാക്കിങ് ചെയ്യാനേ മമ്മി പറഞ്ഞത് എന്തുവാ, വീട്ടിലിടാൻ ഡ്രസ്സ് വെക്കണം, പുറത്ത് പോകാൻ വേണ്ടി നല്ല ഡ്രസ്സ് വെക്കണം. അതും ഒരാളുടെ അല്ലല്ലോ, 4 പേര്, പിന്നെ മമ്മിയും ഡാഡിയും 6 പേരുടെ. സോ അത് ഒരു പെട്ടിയല്ല, 2-3 പെട്ടിയായി. മാത്രമല്ല പിന്നെ പാപ്പ പറഞ്ഞ് ഡൽഹി പോയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം ആൻറ്റിക്ക് വേണ്ടി. ആൻറ്റി അമ്മമ്മ ഇവിടെ ഉണ്ടല്ലോ. സോ അത് അങ്ങനെ കുറേ ഫുൾ നൈറ്റ് അത് പാക്കിങ് ചെയ്തപ്പം ബസ്സിലേക്ക് കയറി ഡൽഹി എത്തി. പിന്നെ അവിടെ ഇറങ്ങി. ഡൽഹി നമ്മൾ ആദ്യത്താണ് കാണുന്നത്. സൂപ്പർ അടിപൊളി. ചാന്ദി ചോക്ക്, നമ്മുടെ ജുമാ മസ്ജിദ്. ഐ തിങ്ക് 1 or 2 ഡേ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ ഒരു റൂമുണ്ട് ഡൽഹിയിൽ. ഗ്രാൻഡ് ഫാദർ ഡൽഹിയിൽ ഒരു ഗാർമെൻറ്റ്സിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ ഒരു റൂം അന്നാൾ ഗ്രാൻഡ് ഫാദർ മേടിച്ചതാണ്. സോ ആർക്കെങ്കിലും ഡൽഹി പോകാനാണെങ്കിലും നമ്മൾ ആ റൂമിൽ താമസിക്കും. ആ റൂമിൽ വേറെ കസിൻ ബ്രദറൊക്കെ ഉണ്ട്, അവരാണ് അത് നോക്കുന്നത്. സോ അവിടെ താമസിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേറെ ഹോട്ടൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് വേണ്ടല്ലോ, നമുക്ക് ആ മുറി മതി. സോ സ്റ്റേയുടെ ഒരു ടെൻഷനും ഇല്ല. സോ ആ മുറിയിൽ നമ്മൾ എല്ലാവരും താമസിക്കും. പിന്നെ എന്തുവാ, നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങും, കറങ്ങും, തിരിച്ചു വരും, ഫുഡ് കഴിക്കും. പിന്നെ അവിടെ എന്തോ ടിക്കറ്റ് കിട്ടിയില്ല, കൺഫേം ആയില്ല. കസിൻ ബ്രദർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഡാഡിയുടെ കൂടെ. പിന്നെ ഇനി ഒരുപാട് കുറച്ച് പറയാനുണ്ട്, പറയാം. പോകാൻ സമയമായി, കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. നമസ്കാരം.